നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവകേരള സദസ്സിന് തിരശ്ശീല വീണതിന് പിന്നാലെ CPM-ൽ അടി തുടങ്ങി. താമസിയാതെ ഇത് പടരാതിരിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ അണിയറയിൽ ശക്തം. മറ്റുള്ളവരെ അടിച്ചിട്ട് വിപ്ലവമാണെന്ന് പറയുന്നത് ശരിയല്ലെന്ന് CPM നേതാവും മുൻ മന്ത്രിയുമായ G. സുധാകരൻ വെടിപൊട്ടിച്ചു. നവകേരള സദസ്സിലുടനീളം പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ DYFI-ക്കാരും CPM പ്രവർത്തകരും ക്രൂരമായി മർദ്ദിച്ചതിനെതിരെയായിരുന്നു സുധാകരന്റെ വിമർശനം. പാർട്ടിക്കാരുടെ വോട്ട് കൊണ്ട് മാത്രമല്ല ജയിക്കുന്നതെന്നും നിഷ്പക്ഷരായ വോട്ടർമാരുടെയും മറ്റ് പാർട്ടിക്കാരുടെയും സ്വീകാര്യത കൊണ്ടാണെന്നും അതില്ലെങ്കിൽ എങ്ങനെ നിയമസഭയിൽ ജയിക്കുമെന്നും സുധാകരൻ നേതൃത്വത്തിന് നേരെ ചോദിച്ചു. പൂയപ്പള്ളി തങ്കച്ചൻ രചിച്ച സരസ്വകവി മുല്ലൂർ S. പത്മനാഭ പണിക്കർ കവിതയിലെ പോരാട്ട വീര്യം പുസ്തക പ്രകാശന ചടങ്ങിലാണ് ആരെയും പേരെടുത്ത് പറയാതെ അദ്ദേഹം രൂക്ഷമായി വിമർശനം അഴിച്ചുവിട്ടത്. കുറച്ചുപേർ മാത്രം കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ പാർട്ടി ഉണ്ടാകുമോ? അങ്ങനെ പാർട്ടി വളരുമെന്നാണ് ചിലർ കരുതുന്നത്. അത് തെറ്റാണ്. അറിയാവുന്നത് കൊണ്ടാണ് പറയുന്നത്. പാർട്ടിക്ക് പുറത്തുള്ളവർക്ക് സ്വീകാര്യനാവുന്നില്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെ ജയിക്കും? മാർക്സിസ്റ്റുകാർ മാത്രം വോട്ട് ചെയ്താൽ ജയിക്കാൻ പറ്റുമോ? കണ്ണൂരിൽ എവിടെയെങ്കിലും സംഭവിച്ചേക്കും. ആലപ്പുഴയിൽ എങ്ങുമില്ല. മറ്റുള്ളവർ കൂടി സ്വീകാര്യനാകണം. അങ്ങനെയാണ് പ്രസ്ഥാനം വളരുന്നത്. പിണറായും MV ഗോവിന്ദനും അടങ്ങുന്ന കണ്ണൂർ നേതാക്കൾക്കെതിരെ സുധാകരൻ ആഞ്ഞടിച്ചു. നവകേരള സദസ്സിനിടെ ആലപ്പുഴയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കം യൂത്ത് കോൺഗ്രസുകാരെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. ഇതിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ഉയർന്നിട്ടും മുഖ്യമന്ത്രി പരിവാരങ്ങളെ ന്യായീകരിക്കുകയായിരുന്നു. പോലീസ് കേസെടുക്കാൻ പോലും തയ്യാറായില്ല. കോടതി ഇടപെട്ടതോടെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. പ്രതിഷേധത്തിന്റെ ഭാഗമായി ഷൂ എറിഞ്ഞവർക്കെതിരെ കൊലക്കുറ്റം ചുമത്താൻ പോലീസ് ആവേശം കാട്ടുകയും കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ പോലീസിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന കണ്ണൂർ നേതാക്കളുടെ ശൈലിക്കെതിരെ കൂടിയാണ് സുധാകരൻ പൊട്ടിത്തെറിച്ചത്. 20 കൊല്ലം മുൻപ് EK നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന P. ശശിയെയാണ് പിണറായി വിജയനും പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയിരിക്കുന്നത്. 2 പതിറ്റാണ്ട് മുൻപുള്ള അതേ മാനസികാവസ്ഥയാണ് ശശി ഇപ്പോഴും പോലീസിനെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് മൈക്കിനെതിരെ പോലും കേസെടുത്ത സംഭവങ്ങൾ ഉണ്ടായത്. ഇത്തരം കാര്യങ്ങൾ CPM-ലെ പല നേതാക്കൾക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ മുഖ്യമന്ത്രിയിൽ മാത്രം കേന്ദ്രീകരിച്ച് കാര്യങ്ങൾ നീങ്ങുന്നതിൽ മറ്റു നേതാക്കൾക്കും ഇടപെടുന്നതിന് പരിധിയുണ്ട്. മാത്രമല്ല എതിർപ്പുള്ള നേതാക്കളിൽ പലരും മറ്റു പല കുരുക്കുകളിലും പെട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ മുഖ്യമന്ത്രി കണ്ണടക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് വിഴുങ്ങാനോ ഛർദ്ദിക്കാനോ പറ്റാത്ത അവസ്ഥയിലാണ് പല അണ്ണന്മാരും. G. സുധാകരൻ അഴിമതിയുടെ കറ പുരളാത്ത നേതാവായതിനാൽ അദ്ദേഹത്തിന് ആരെയും ഭയക്കേണ്ട കാര്യമില്ല. ഉള്ള കാര്യം ആരുടെയും മുഖത്ത് നോക്കി പറയും. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെതിരെ സുധാകരൻ പരസ്യമായി പറഞ്ഞിട്ടും പിണറായി വിജയനടക്കം ആരും പ്രതികരിക്കാൻ പോലും തയ്യാറായില്ല. തട്ടിപ്പ് നടന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ബാങ്കിന്റെ ചുമതലക്കാരനായ കണ്ണൻ ജനങ്ങളോട് കാര്യങ്ങൾ വ്യക്തമാക്കണം. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തണം. അല്ലാതെ ED-ക്കെതിരെ തിരിഞ്ഞിട്ട് കാര്യമില്ലെന്നായിരുന്നു അന്നത്തെ വിമർശനം. കേന്ദ്ര ഏജൻസിയായ ED ഭരണഘടനാ ഉപകരണമാണ്. അവർക്ക് ഇടപെടാൻ അധികാരമുണ്ട്. അവരുമായി സഹകരിച്ച് വസ്തുതകൾ ബോധ്യപ്പെടുത്തണം. ഏത് കൊലകൊമ്പനായാലും തെറ്റ് ചെയ്താൽ നടപടിയെടുക്കണം എന്നായിരുന്നു അദ്ദേഹം സ്വീകരിച്ച നിലപാട്. ആലപ്പുഴയിലെ പാർട്ടിയിലെ പുഴുക്കുത്തുകൾക്കെതിരെയും തുറന്നടിച്ചിരുന്നു. അതിന് എളമരം കരീം അടക്കം പിന്തുണ നൽകിയിരുന്നെന്നും ചൂണ്ടിക്കാട്ടി. സുധാകരൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവമായി ഇടപെട്ടാണ് അവിടെ സലാമിനെ MLA ആക്കിയത്. വിജയിച്ച ശേഷം ചിലർ സുധാകരനെതിരെ പരാതി നൽകി. തുടർന്ന് എളമരം കരീമിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണ കമ്മീഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ താൻ പറഞ്ഞ ഒരു വരി പോലും രേഖപ്പെടുത്തിയില്ലെന്നും വ്യക്തമാക്കിയിരുന്നു. അതിനെതിരെ കരീമോ പാർട്ടി നേതൃത്വമോ മിണ്ടിയില്ല എന്നതും ശ്രദ്ധേയമാണ്. പ്രായാധികം കാരണം കഴിഞ്ഞ തവണ സുധാകരന് പാർട്ടി സീറ്റ് നൽകിയില്ല. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്ന പദവി ഉൾപ്പെടെ അദ്ദേഹം വേണ്ടെന്ന് വെച്ചു. ജില്ലയിൽ പലരും തനിക്കെതിരെ നീക്കം നടത്തുന്നതിലും പാർട്ടിയെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിലും G. സുധാകരന് കടുത്ത അതൃപ്തിയുണ്ട്. ഭരണ നേതൃത്വത്തോടുള്ള അഭിപ്രായ ഭിന്നത അദ്ദേഹം പരസ്യമായി പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് കാണിക്കുന്ന നന്ദികേടിനെ കുറിച്ച്. പൊതുമരാമത്ത് വകുപ്പിലെ പല പദ്ധതികളും മുൻ മന്ത്രിയായിരുന്ന സുധാകരൻ തുടങ്ങി പാതിയാക്കിയതാണ്. അതിന്റെ ഉദ്ഘാടന വേളയിൽ അദ്ദേഹത്തെക്കുറിച്ച് ഒരു പരാമർശം പോലും റിയാസ് നടത്തിയിരുന്നില്ല. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തെ തകർത്ത് 20 വർഷക്കാലം എഴുത്തുകാർക്ക് റോയൽറ്റി കൊടുക്കാതിരുന്നത് കോൺഗ്രസുകാരോ BJP-കാരോ ആയിരുന്നില്ലെന്നും LDF ഭരണകാലത്ത് സാംസ്കാരിക നായകന്മാരായി വിലസി നടന്നവരായിരുന്നെന്നും സുധാകരൻ പറഞ്ഞു. മന്ത്രിമാരായിരുന്ന സമയത്ത് എഴുത്തുകാർക്ക് റോയൽറ്റി നൽകാൻ താൻ പ്രത്യേക അക്കൗണ്ട് തുറന്നപ്പോൾ അതിനെയും ചിലർ വിമർശിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. അത്തരം വിമർശകർ സർക്കാരിന്റെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടുകയേയില്ല. സ്ഥാനമാനങ്ങളും മറ്റ് ആനുകൂല്യങ്ങളും വാങ്ങി സുഖമായി കഴിയുകയാണ്. ഏതായാലും സുധാകരന്റെ വിമർശനമെല്ലാം നേടിയെന്ന ഭാവത്തിൽ മുന്നോട്ട് നീങ്ങുന്ന CPM-നേറ്റ തിരിച്ചടിയാണ്.